Praise the Lord. Hallelujah. ദൈവത്തിന് സ്തോത്രം. Thank you, Jesus. Hallelujah. കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ വചനം പഠിക്കുവാനായി കടന്നു വരുവാൻ കർത്താവ് നമുക്ക് സാവകാശം നൽകിയല്ലോ. ട്രിനിറ്റി ഇൻ്റർനാഷണൽ പ്രയർ മിനിസ്ട്രിയുടെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഫേസ്ബുക്ക് പേജിൻ്റെ മുഖ്യ അഡ്മിനായി സേവനം അനുഷ്ഠിക്കുന്ന കർത്താവിൽ ബഹുമാന്യനായ തോമസ് ടെറിയാൻ അവറുകൾ, അതുപോലെ തന്നെ ഈ മിനിസ്ട്രിയുടെ വിവിധ നിലകളിൽ നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, മാത്രമല്ല ഈ ക്ലാസ് ശ്രദ്ധിക്കുവാനായിട്ട് ലൈവിലാഗതരായിരിക്കുന്ന വാത്സല്യ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ലോകരക്ഷിതാവായിരിക്കുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാത്രിയിൽ ദൈവജന പഠനത്തിനായി ദൈവം നമുക്ക് ഒരുക്കി തോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കഴിഞ്ഞ 4 എപ്പിസോഡുകളായിട്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് അല്പാൽപമായി പഠിക്കുവാൻ കർത്താവ് അവസരം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് അതിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമ്മളെ ഇടവരുത്തുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ക്ലാസ്സിൻ്റെ അനുഗ്രഹത്തിനായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഈ ക്ലാസ് ശ്രദ്ധിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗം ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ വിലയെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഒരു വലിയ വിലയാണ് നമ്മൾ അതിനായിട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് കാണുവാൻ കഴിയും. എന്നാൽ ഈ എപ്പിസോഡിൽ നമ്മൾ തുറന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കർത്താവായ യേശുവിൻ്റെ ശിഷ്യനായി തീരുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതും അതുപോലെ തന്നെ മഹത്തായ ഭാഗ്യകരമായിരിക്കുന്ന അവസ്ഥകളൊന്നാണ് യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീരുക എന്നുള്ളത്. ഇതെല്ലാവർക്കും കഴിയുന്നൊരു കാര്യമാണോ എന്ന് ചോദിച്ചാൽ അത് കഴിയത്തില്ല. എന്നാൽ നമുക്കത് സാധ്യമായി തീരുവാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ സാധ്യമാക്കി എടുക്കുവാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ ചില വ്യവസ്ഥകൾക്ക് വിധേയമായിട്ടാണ് നമുക്ക് യേശുവിൻ്റെ ശിഷ്യനായി മാറുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ എല്ലാവർക്കും ഒരുപക്ഷെ അത് സാധ്യമായെന്ന് വരത്തില്ല. എന്നാൽ തുടർന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ, മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് യേശുവിൻ്റെ ഒരു ശിഷ്യനായി മാറണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം അതിൻ്റെ 14-ാം അധ്യായം 26-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇങ്ങനെയാണ് നമ്മളവിടെ വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥയിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, വേദപുസ്തകം അനുശാസിക്കുന്ന അല്ലെങ്കിൽ വേദപുസ്തകം നമുക്ക് കാട്ടിത്തരുന്ന ഒന്നാമത്തെ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് ചില ബന്ധങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനോടുള്ള നമ്മുടെ മനോഭാവം അതിനാസ്പദമാക്കിയാണ്, അല്ലെങ്കിൽ അതിനടിസ്ഥാനമാക്കിയാണ് ഒരുവന് യേശുവിൻ്റെ ശിഷ്യനായി തീരുവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് നിർണ്ണയിക്കപ്പെടുന്നത്. വായിച്ച വാക്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. എൻ്റെ അടുക്കൽ വരികയും, അത് കർത്താവായ യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീരുവാൻ വേണ്ടി യേശുവിനെ അല്ലെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും തീരുന്നില്ല, സ്വന്തം ജീവനും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഈ ലോകത്തിൽ ഒരു വ്യക്തിയുടെ ബന്ധം
എന്തൊക്കെയാണ് എന്നുള്ളത് ആ വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു മകനാണെങ്കിൽ തൻ്റെ പിതാവിനോടുള്ള തൻ്റെ ബന്ധം വിവരണാതീതമാണ്. അതുപോലെ തന്നെ ഒരു മകന് തൻ്റെ മാതാവിനോട് അല്ലെങ്കിൽ അമ്മയോടുള്ള ബന്ധം പറഞ്ഞാൽ തീരാത്തതാണ്, തീരുന്നില്ല. അടുത്ത വാക്കിങ്ങനെ വായിക്കുന്നു, ഭാര്യയുടെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആ ഭാര്യയുള്ളതായിരിക്കുന്ന തൻ്റെ കടപ്പാട് അതും വളരെ വലുതാണ്. അവർക്ക് മക്കളുണ്ടെങ്കിൽ അവരോടുള്ളതായിരിക്കുന്ന ഉത്തരവാദിത്വവും കടമകളും എന്താണ്? അതിൽ വീഴ്ച വരുവാൻ പാടില്ല. ഈ സഹോദരന്മാരും സഹോദരികളും ഉണ്ടെങ്കിലോ നോക്കിക്കേ. അപ്പോൾ ഒരു കുടുംബ അന്തരീക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൻ, അമ്മ, സഹോദരൻ, സഹോദരി, ഭാര്യ, മക്കൾ. അപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് യേശുവിനെ അനുഗമിക്കുന്ന അല്ലെങ്കിൽ യേശുവിനെ പിന്തുടരുന്ന ഒരു വ്യവസ്ഥ കർത്താവ് ഇവിടെ വെക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനാകുന്നതിന് വേണ്ടി ഈ ബന്ധങ്ങളൊക്കെ നമുക്ക് തടസ്സമാകുമോ? ഒരിക്കലും അക്ഷരീയ അർത്ഥത്തിൽ തന്നെ നമുക്കത് എടുക്കാൻ കഴിയത്തില്ല. ഒരിക്കലും അങ്ങനെയല്ല വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പനെയോ അമ്മയോ ഭാര്യയോ മക്കളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാറ്റി നിർത്തിക്കൊണ്ട് ഉപേക്ഷിച്ചു കൊണ്ടുള്ളതായിരിക്കുന്ന ഒരു അനുഗമനമല്ല, ഒരു ശിഷ്യനായി തീരുമാനമുള്ള അതിലേക്കുള്ള ഒരു പ്രയാണമല്ല ഇവിടെ ഓർമ്മിക്കപ്പെടുന്നത്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം? ഇവരെക്കാളെല്ലാം ഒരു പടി കടന്നുള്ള ഒരു അതീവമായ ആഴമേറിയ ഒരു സ്നേഹം അത് കർത്താവിന് നമ്മൾ നൽകുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് യേശുവിനെ മറ്റെന്തിനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം. പലപ്പോഴും നമ്മുടെ ശിഷ്യത്വത്തിൽ അല്ലെങ്കിൽ ഒരു ശിഷ്യനായി നമ്മൾ മാറിക്കഴിയുമ്പോൾ ചില സന്ദർഭങ്ങളല്ല, മിക്കവാറും ഇത് നേരെ തിരിച്ചാണ് സംഭവിക്കാറ്. കൂടുതലായി നമ്മൾ സ്നേഹിക്കുകയും നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നതൊക്കെ അപ്പന്മാർക്ക്, അമ്മമാർക്ക് വേണ്ടി, ഭാര്യമാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടിയല്ലേ. എന്നാൽ ആ ഒരു ധാരണയാണ് ഇവിടെ കർത്താവ് എടുത്തു പറയുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് അവനെ പിന്തുടരുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരിക്കലും ഈ ബന്ധങ്ങൾക്ക് അവിടെ ഉലച്ചു തട്ടാൻ പാടില്ല. അവരെയെല്ലാം സ്നേഹിക്കണം, സ്നേഹിക്കുക തന്നെ വേണം. എന്നാൽ അതിനെല്ലാം ഉപരിയായി കർത്താവായ യേശുവിനെ സ്നേഹിച്ചവനെ അനുഗമിക്കുന്നവർക്ക് മാത്രമേ യേശുവിൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയുള്ളൂ. രണ്ടാമതായിട്ട് യേശുവിൻ്റെ ഒരു ശിഷ്യനായി മാറുവാനുള്ള വ്യവസ്ഥ മത്തായി എന്ന് പറയുന്ന സുവിശേഷകാരൻ നൽകിയിരിക്കുന്നത് എന്താണ്? മത്തായി സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. മത്തായി സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 24-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യം. പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നമ്മുടെ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളിൽ രണ്ടാമതായി കാണുവാൻ കഴിയുന്നത് എന്താണ്? ഇവിടെ ഒരാൾ അല്ലെങ്കിൽ ഒരുവൻ യേശുവിൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച്. രണ്ടാമതായിട്ട് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥയിൽ നമ്മൾ കാണാൻ കഴിയും തന്നെത്താൻ ത്യജിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാവും. ഇവിടെ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി അല്ലെങ്കിൽ യേശുക്രിസ്തുവിനായി നമ്മെ സ്വയമായി സമർപ്പിക്കുക എന്നുള്ള ഒരർത്ഥമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എല്ലാം വിട്ടുകളഞ്ഞ് പോവുക എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മുടെ ജീവിതം യേശുവിനായി സമർപ്പിക്കുക. കാരണം അത്രമേൽ നമ്മൾ ആഴമായി കർത്താവിനെ സ്നേഹിക്കുകയാണ്. അപ്പോൾ ഈ വാക്കിൽ തന്നെ 3 ചിന്തകൾ കാണാൻ കഴിയുന്നുണ്ട്, 3 വ്യവസ്ഥകൾ അവിടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. തന്നെത്താൻ ത്യജിക്കുന്നവരായിരിക്കണം നമ്മൾ.
മറ്റെന്തിനേക്കാളും ആരേക്കാളും മറ്റാർക്ക് വേണ്ടിയും നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ കർത്താവിന് വേണ്ടി സകലവും നമ്മൾ വിട്ടുകൊടുക്കണം, സമർപ്പിച്ചു കൊടുക്കുന്നവരായിരിക്കണം. ആ ഒരു മനോഭാവത്തെയാണ് ഇവിടെ തന്നെത്താൻ ത്യജിക്കുക എന്നുള്ള ആശയത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ഇന്ന് പലപ്പോഴും കർത്താവിന് വേണ്ടി പൂർണ്ണമായി സ്വയം ഒന്ന് സമർപ്പിക്കുവാൻ കഴിയാത്ത പല സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അങ്ങനെയുള്ള ഒരാൾക്ക് യേശുവിൻ്റെ ശിഷ്യനായി തീരുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. വളരെ ക്ലിയർ ആയിട്ടാണ് ദൈവവചനം അവിടെ പറയുന്നത്. അത് യേശു പറയുന്ന ഭാഗം അത്. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിക്കണം. ഇനി മൂന്നാമതായിട്ട് ഈ വാക്യത്തിൻ്റെ കാണാൻ കഴിയുന്നുണ്ട്. മൂന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നു, തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത്. അപ്പോൾ മൂന്നാമതായിട്ട് ഉള്ള ഈ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രൂശ് എടുക്കുക എന്നുള്ളതാണ്. ക്രൂശ് എടുക്കുക. ഇത് രാഷ്ട്രീയമായ നിലയിൽ അതിനെ നമുക്ക് കാണാൻ കഴിയുമോ? ക്രൂശ് എടുക്കുക എന്നുള്ളത് നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആളുകൾ ക്രൂശ് ചുമന്നുകൊണ്ട് നടക്കുന്നത്. യേശു കർത്താവിൻ്റെ കാൽവറി ത്യാഗത്തെ സ്മരിക്കുന്ന ആ കാലയളവിലെല്ലാം ഇങ്ങനെ പലരെ ക്രൂശ് ചുമന്നുകൊണ്ട് മൈലുകൾ താണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ഇവിടെ ശരിക്കും അർത്ഥമാക്കുന്നത് ക്രൂശ് എടുക്കുക എന്ന് പറയുന്നതിലൂടെ. ഒരിക്കലുമല്ല. ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമേ ക്രൂശ് എന്തിനെ കാണിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, റോമൻ ഗവൺമെന്റ് ആ കാലഘട്ടങ്ങളിൽ നടപ്പിൽ വരുത്തിയ കുരിശ് ശിക്ഷയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യനാൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. റോമിലൊരൊറ്റ ആളുകളെ പോലും ക്രൂശിക്കുവാൻ അവരാഗ്രഹിക്കത്തില്ല. എന്ന് പറഞ്ഞാൽ റോമൻ സിറ്റിസൺഷിപ്പ് ഉള്ള ആളുകൾ. ആ ക്രൂശീകരണം തങ്ങളുടെ ശത്രുക്കളായ ആളുകളെയാണ് അതിനു വേണ്ടി അവർ ഉപയോഗിക്കുന്നത്, ക്രൂശിൽ തറച്ചു കൊണ്ടുപോകാൻ. മാത്രമല്ല, യഹൂദന്മാരും കുരിശ് ശിക്ഷയെ ഒരിക്കലും ആഗ്രഹിക്കുന്നവരല്ല. നമുക്കറിയാം, വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, പച്ച മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ആ നിലകളിലെല്ലാം അതിനെ മനസ്സുകൊണ്ട് അകറ്റി നിർത്തുന്നവരാണ് ഈ ആളുകളെല്ലാം. ക്രൂശ് നിന്ദയുടെയും അപമാനത്തിൻ്റെയും കഷ്ടതയുടെയൊക്കെ ഒരു അടയാളമായിട്ട് അതിനെ കാണുകയാണ്. അപ്പോൾ ഒരിക്കലും അതിൽ മരിക്കുവാൻ ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? തന്നെത്താൻ ത്യജിക്കുക മാത്രമല്ല, അടുത്ത ഭാഗം വായിക്കുന്നത് തൻ്റെ ക്രൂശ് എടുത്ത് എന്നാണ് പറയുന്നത്. അപ്പോൾ ശിഷ്യത്വത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ യേശുവിനെ ഒരു ഗുരുവായി കണ്ടുകൊണ്ട് തൻ്റെ ശിഷ്യത്വം ഏറ്റെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ച് കർത്താവ് മുന്നറിയിപ്പ് നൽകുകയാണ്. തന്നെത്താൻ ത്യജിച്ചത് കൊണ്ട് മാത്രമായി തീരുന്നില്ല, തൻ്റെ ക്രൂശ് എടുക്കണം. എന്താണത്? നിന്ദകൾ, പരിഹാസങ്ങൾ, അപമാനങ്ങളെല്ലാം തന്നിമിത്തമായിട്ട് ഏൽക്കേണ്ടതായിട്ട് വരും, സഹിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വന്നാൽ ഒരിക്കലും തൻ്റെ ആ ഉദ്ദേശത്തിൽ നിന്ന് ആ വ്യക്തി പിന്മാറിപ്പോകാൻ പാടില്ല. ഒരുപക്ഷെ നാളുകളിൽ യേശുവിനെ എനിക്ക് അനുഗമിക്കേണ്ട, യേശുവിൻ്റെ ശിഷ്യനായി തീരണ്ട എന്നുള്ള ആഗ്രഹം വന്നിട്ട് മടങ്ങിപ്പോകാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. അതിൽ യേശു മുന്നമേ അറിയിക്കുകയാണ്, തൻ്റെ ക്രൂശെടുക്കാൻ കഴിയുന്നവർ മാത്രമേ അനുഗമിക്കാൻ പാടുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ ക്രൂശ് എടുക്കുക എന്നുള്ളതാണ്. നാലാമത്തെ കാര്യം എന്താണ്? അവിടെ ഇങ്ങനെ വായിക്കുന്നു, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. നാലാമത്തെ കാര്യം എന്താണ്?
അനുഗമനമാണ്. അനുഗമനം നിശ്ചയമായിട്ടും യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ മാത്രമേ ആ ശിഷ്യത്വത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ക്രൂശ് എടുത്തിട്ട് തൻ്റെ വഴിക്ക് പോകുവാനല്ല കർത്താവ് ഇവിടെ ആവശ്യപ്പെടുന്നത്. ആ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കണം. ക്രൂശ് നിന്ദയുടെയും സഹനത്തിൻ്റെയും അപമാനത്തിൻ്റെയൊക്കെ ഒരു നിഴലായിട്ട് നിൽക്കുമ്പോൾ ഇതെല്ലാം സഹിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടരുന്നവന് മാത്രമേ യേശുവിൻ്റെ ഒരു ശിഷ്യനായിട്ട് തീരുവാൻ കഴിയുകയുള്ളൂ. യേശു പറഞ്ഞതിൻ്റെ സാരം അതാണ്. നമുക്കറിയാം, ഈ അനുഗമനം എന്ന് പറയുന്നത് തന്നെ യേശുവിനോട് ചേർന്ന്, അല്ലെങ്കിൽ യേശുവിൻ്റെ സ്വഭാവങ്ങളിൽ ചില നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക എന്നുള്ളതാണ്. അനുഗമിക്കുക, ഗമനം എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുക, പിന്തുടരുക അല്ലേ എന്ന ആശയങ്ങൾ ഇത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് മരണം വരെയും യേശുവിനോടൊപ്പമായി സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ശിഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാസ്തവം നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശുവിൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ സ്വഭാവങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും യേശുവിനെ വിട്ടിട്ട് പിന്മാറി പോകുന്നവരായിട്ടല്ല യേശുവിനെ അനുഗമിക്കുന്നവർ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ എന്നുള്ളത് യേശുവിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ യേശുവിനെ അനുഗമിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ യേശുവിനെ അല്ലെങ്കിൽ യേശുവിൻ്റെ ശിഷ്യനായി മാറുന്നതിന് അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളിൽ ഏകദേശം 4 കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ഒന്നെന്താണ് നമ്മൾ കണ്ടത്? തന്നെത്താൻ, അതായത് യേശുവിൽ അത്യന്തമായ സ്നേഹം നമ്മൾ പ്രദർശിപ്പിക്കുന്നവരായിരിക്കണം. അപ്പനേക്കാൾ, അമ്മയേക്കാൾ, സഹോദരങ്ങളെക്കാൾ കൂടുതലായി നമ്മുടെ കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? സ്വയമായിട്ട് ത്യജിക്കുവാനുള്ള ഒരു മനോഭാവം നമ്മൾ ഉണ്ടാവണം. തന്നെത്താൻ ത്യജിക്കണം. എന്താണ്? യേശുവിനുള്ള ആഴമേറിയിരിക്കുന്ന സ്നേഹം, ആത്മാർത്ഥമായ സമർപ്പണം ഒക്കെ അതിൽ അന്തർലീനമായിട്ടുണ്ട്. മൂന്നാമത്തത് എന്താണ്? തൻ്റെ ക്രൂശ് എടുക്കണം. യേശുവിൻ്റെ ക്രൂശല്ല, നമ്മളുടെ ക്രൂശ് എന്ന് പറയുന്നത് ഇത് നിമിത്തമുണ്ടാകുന്ന അപമാനങ്ങളും നിന്ദകളും കഷ്ടതകളും എല്ലാം നമ്മൾ സ്വയം ഏറ്റെടുത്ത് നമ്മൾ അത് സഹിച്ച് മുൻപോട്ട് പോകുന്നവരായിരിക്കും. നാലാമത്തെന്ന് പറയുന്നത് എന്താണ്? അനുഗമിക്കുന്നവരായിരിക്കണം. അങ്ങനെ 4 കാര്യങ്ങൾ കൊണ്ട് തീരുന്നില്ല ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ 5ാമതായിട്ട് നമുക്കൊരു ശിഷ്യനായി തീരുവാൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിനുള്ളവരോട് നമുക്ക് ആഴമേറിയിരിക്കുന്ന തീഷ്ണമേറിയ ഒരു സ്നേഹമുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ തമ്മിൽ സ്നേഹിക്കുന്നവരായിരിക്കും. ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ആ വ്യക്തി യേശുവിൻ്റെ ശിഷ്യനാണ്. നമുക്കറിയാം, സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ പകർന്നു കിട്ടിയതായ ഒരു ക്രിസ്തു സ്വഭാവമാണ്, അല്ലേ? നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മൾ ധാരാളം അത് കാണുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു മൂർത്തിഭാവമായിട്ട് യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം, ബൈബിളിലുടനീളം പ്രത്യേകിച്ച് കൊരിന്ത്യർ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ സ്നേഹത്തെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ശിഷ്യത്വത്തെ കർത്താവ് ഇവിടെ ആഗ്രഹിക്കുകയാണ്.
താൻ പറയുന്നത് ഇങ്ങനെ നമ്മൾ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 13:34-35 നമ്മൾ കണ്ടത് എന്താണ്? ഒരിക്കൽ കൂടെ ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. 13:34-35. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നമ്മുടെ ഗുരുവായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു തരുന്നൊരു കൽപ്പനയാണ്. എന്താണ്? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഈ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആണ് നമ്മൾ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്നത്. സ്നേഹം എപ്പോഴും പകർന്നു നൽകേണ്ട ഒന്നാണ്. ഏതൊരു കിരാതമായിരിക്കുന്ന സ്വഭാവത്തെയും ഇല്ലാതാക്കി കളയുന്നതാണ് സ്നേഹം. ആ സ്നേഹം നമ്മൾ മതിയാവോളം വെളിപ്പെടുത്തുമ്പോൾ അതിൻ്റെ മുമ്പിൽ പകയും വിദ്വേഷവും എന്ന് വേണ്ട സകലവും മൂടപ്പെട്ടു പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നൊരു വലിയ ഒരു വികാരമായിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ അവതരിപ്പിക്കുന്നത്. രണ്ടാം ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണാൻ കഴിയുന്നത്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ച വെളിപ്പെടുത്തിയ ഒത്തിരി ഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. മൂന്നാം ഭാഗം പറയുന്നത്, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. അപ്പോൾ മറ്റുള്ളവർ നാം ആരാണെന്ന് അറിയുന്നതിനു വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുവാൻ നാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നതിലൂടെ അതവർക്ക് അറിയുവാൻ കഴിയും. അപ്പോൾ ഇതൊരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്. തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ഒരിക്കലും അത് അടക്കി വെക്കാനുള്ളതല്ല, ഒഴിവാക്കി നിർത്തേണ്ടതല്ല. അത് പരസ്പരം നമ്മൾ ഷെയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നതിലൂടെ വെളിപ്പെടുന്നത് എന്താണ്? യേശുവിൻ്റെ ഒരു ശിഷ്യനാണ് താൻ എന്നുള്ളതാണ്. അപ്പോൾ അഞ്ചാമതായിട്ട് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥയിൽ നമ്മൾ കാണുന്നത് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആറാമതായിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥയിൽ ആറാമതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 8-ാം അധ്യായം 31-ാം വാക്യം. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായി തീരുന്നത് എപ്പോഴാണ്? ആ വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യരായി. അപ്പോൾ വചനത്തിൽ നിലനിൽക്കുക, അല്ലെങ്കിൽ വചനത്തെ അനുസരിക്കുക, വചനത്തെ കീപ്പ് ചെയ്യുക ഇത്യാദി അർത്ഥങ്ങൾ നമുക്കതിന് കാണാൻ കഴിയുന്നുണ്ട്. ഒരു വ്യക്തിയുടെ അവസാനം വരെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ശിഷ്യത്വത്തിലൂടെ, ഈ വാക്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് യേശുവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിച്ച് തീരുമാനമെടുത്ത് പോയിട്ട് ഒരിക്കലേക്കും പുറകോട്ട് പോകുന്നവനായിരിക്കരുത് യേശുവിൻ്റെ ശിഷ്യൻ എന്ന് പറയുന്നത്. ദിവസം ഇങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കും. ലൂക്കോസ് 9:62 നമ്മൾ വായിക്കുന്ന എന്താണ്? കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. അപ്പോൾ യേശുവിനെ അനുഗമിക്കുവാനായിട്ട്, യേശുവിൻ്റെ ഒരു ശിഷ്യനായിട്ട് മാറുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വചനത്തിൽ നിലനിന്നുകൊണ്ട് ഒരിക്കലും വചനം വിട്ട് പുറകോട്ട് പോകുന്നവനായിരിക്കരുത്. അങ്ങനെയുള്ളവനാരും യേശുവിൻ്റെ ശിഷ്യനായി തീരുവാൻ അവൻ അർഹനല്ല. വളരെ വ്യക്തമായി കർത്താവോടെ പറയുന്നത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് പറയുന്നത്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി
എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ നിശ്ചയമായിട്ടും യേശുവിനെ അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായി മാറുന്നതിന് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ നിലനിൽക്കുന്നവരായിരിക്കണം, അതിനെ അനുസരിക്കുന്നവരായിരിക്കണം. ഏഴാമതായിട്ട് ശിഷ്യത്വൻ്റെ വ്യവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത് ലൂക്കോസ് 14:33 ഇവണ്ണം വായിക്കുന്നു. ലൂക്കോസ് 14:33. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടു പിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഏഴാമതായിട്ട് അവസാനമായിട്ട് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ വ്യക്തമായി കർത്താവ് പറയുന്നത് എന്താണ്? അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവൻ എൻ്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയുകയില്ല. ഒരുപക്ഷെ നമുക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു തത്വമല്ലായിരിക്കും കർത്താവ് ഇവിടെ പറയുന്നത്. കാരണം തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ, അപ്പോൾ തനിക്കുള്ളതൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഇത് ഒരുപക്ഷെ തെറ്റുപിടിയാൻ സാധ്യതയുണ്ട്. തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുക എന്ന് പറയുമ്പോൾ മുമ്പ് കണ്ടതുപോലെയൊക്കെ നമുക്ക് ചില ബന്ധങ്ങൾ ഈ ലോകത്തിലുണ്ടാകും. പിതാക്കന്മാർ, സഹോദരങ്ങൾ, വസ്തുവകകൾ, ഇതൊക്കെ വിട്ടുപിരിയണമെന്നാണോ ഈ പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരിക്കലുമല്ല എന്ന് തന്നെ വേണം വേദപുസ്തകം നന്നായിട്ട് നിരീക്ഷിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ സുവിശേഷീകരണത്തിന് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതും അതേസമയം അനിവാര്യമല്ലാത്തതുമായുള്ള ഭൗതിക സ്വത്തുക്കളുടെ ത്യജിക്കലാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ സുവിശേഷീകരണത്തിന് വേണ്ടി നമുക്ക് എങ്ങനെയൊക്കെ പ്രയോജനപ്പെടാം, ആ സുവിശേഷ പ്രയോജനപ്പെടുവാൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ഭൗതികമായ സ്വത്തുക്കൾ, അതാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടത്? ത്യജിക്കേണ്ടത്. വചനം നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും, അപ്പോൾ ഭൗതികമായിരിക്കുന്ന ചില മേഖലകൾ, ചില സ്വത്തുക്കൾ, അതൊരുപക്ഷെ നമ്മുടെ കർത്താവായ യേശുവിനെ അനുഗമിക്കുന്നതിന്, സുവിശേഷ പ്രസംഗത്തിന്, സുവിശേഷ പ്രചരണത്തിന് ഒക്കെ തടസ്സമാകുന്നെങ്കിൽ എന്ത് ചെയ്യണം? അത് ത്യജിക്കുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എന്ന് വെച്ചാൽ ഭൗതികമായിരിക്കുന്ന ഇങ്ങനെയുള്ളതായ സ്വത്തുക്കൾ നഷ്ടമായതുകൊണ്ട് നാം ആരും ഒരു ഭിക്ഷക്കാരനായി മാറുന്നില്ല, ഒന്നുമില്ലാത്തവനായി മാറുന്നില്ല. കാരണം കർത്താവിന് വേണ്ടി ഈ വിധത്തിലുള്ളതായ കാര്യങ്ങൾ നമ്മൾ ത്യജിച്ചാൽ അതിൻ്റെ 10 മടങ്ങ് നമുക്ക് കർത്താവ് മടക്കി തരുന്ന ദൈവമാണവൻ. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നമുക്കിതെല്ലാം ലഭിക്കുമെന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ ഒരു ശിഷ്യനായി മാറുന്നതിലൂടെ, യേശുവിനെ അനുഗമിക്കുവാൻ നാം തിരഞ്ഞെടുക്കുന്നതിലൂടെ, ആഗ്രഹിക്കുന്നതിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ പരിത്യജിക്കേണ്ടതായിട്ട് വരികയാണ്. അതാണ് ലൂക്കോസ് 14:33 നമ്മൾ കാണുന്നത്. തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയും. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ യേശുവിൻ്റെ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകളിൽ 7 കൂട്ടം കാര്യങ്ങൾ നമ്മൾ കാണുവാൻ കഴിയും. ആ 7 കൂട്ടം കാര്യങ്ങൾ, ഒന്ന് അവിടെ ഞാൻ ആവർത്തിക്കാം. 1, യേശുവിനോടുള്ള അത്യന്ത സ്നേഹം. 2, സ്വയമായിട്ടുള്ള ത്യാഗം. 3, തൻ്റെ ക്രൂശെടുക്ക്. 4, അനുഗമിക്കുക. 5, ക്രിസ്തുവിനുള്ളവരോട് ഇഷ്ടമായൊരു സ്നേഹം നമുക്കുണ്ടായിരിക്കണം. എന്നുവെച്ചാൽ തമ്മിൽ നമ്മൾ സ്നേഹിക്കുന്നവരായിരിക്കണം. 6 പറയുന്നത് വചനത്തിൽ നിലനിൽക്കുക, ആ വചനത്തിൽ അചഞ്ചലമായിരിക്കുന്നൊരു വിശ്വാസം നമുക്കുണ്ടാകുക. അവസാനത്തത് സർവ്വതും പരിത്യജിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടരുക. അപ്പോൾ 7 തരത്തിലുള്ളതായിരിക്കുന്ന വ്യവസ്ഥകൾ നമ്മൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ നിശ്ചയമായും യേശുവിൻ്റെ ഒരു ശിഷ്യനായി നമ്മൾ മാറും. അത് നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദവിയായി അത് തീരുവാനിടയായി തീരും എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സമയം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഇതേ സമയത്ത് തന്നെ കണ്ടുമുട്ടാം. ഈ രാത്രിയിൽ സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.
ഇപ്രകാരം ഈ ആഴ്ചയിലും ദൈവത്തിൻ്റെ വചനം എടുക്കുവാൻ അവസരം നൽകിയ ടെറിറ്റ് ഇൻനാഷ് പ്രയറിൻ്റെ എല്ലാ ഔദ്യോഗിക ചുമതലക്കാരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ആമേൻ.